ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ മങ്കൊമ്പ് ജംഗ്ഷനിലെ മേൽപ്പാലത്തിനു സമീപം വിള്ളൽ രൂപപ്പെട്ടത് അപകട ഭീഷണി ഉയർത്തുന്നു. മേൽപ്പാലവും റോഡും തമ്മിൽ ചേരുന്ന ഭാഗത്താണ് വലിയ വിള്ളലുണ്ടായത്. നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്ന ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ മങ്കൊമ്പ് ജംഗ്ഷനിലെ ഫ്ലൈ ഓവറിന് സമീപമാണ് വിള്ളലുണ്ടായത്. മേൽപ്പാലത്തോട് ചേരുന്ന ഭാഗത്ത് ഒരു മാസം മുമ്പുണ്ടായ വിടവ് ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്. ഫ്ലൈ ഓവർ ഇറങ്ങി അതിവേഗതയിൽ വരുന്ന ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷകളും അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടുതലായതിനാൽ ഇത് എത്രയും വേഗം പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. അതേസമയം ടാർ റോഡും കോൺക്രീറ്റ് പാലവും തമ്മിൽ ചേരുന്ന ഭാഗത്ത് എപ്പോക്സി മെറ്റീരിയൽ കൊണ്ട് വിടവ് അടയ്ക്കാറുണ്ടെന്നും ഇവിടെയും ഇത് ചെയ്ത് പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്നുമാണ് കരാർ കമ്പനി നൽകുന്ന വിശദീകരണം. കേരള NCC സിവിലിയൻ സ്റ്റാഫ് അസോസിയേഷന്റെ 53ാമത് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരി ടൗൺ ഹാളിൽ നടന്നു. ചങ്ങനാശ്ശേരി MLA അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ സംഘടനാ പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വതയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ട് ഈ സംഘടനയ്ക്കും നിങ്ങൾക്കും അതുവഴി ഈ രാജ്യത്തിനും സമൂഹത്തിനും പ്രയോജനം ചെയ്യാൻ സാധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ സൂചിപ്പിച്ചല്ലോ, നിങ്ങളുടെ പ്രവൃത്തി അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി, നിങ്ങൾ ചെയ്യുന്ന ജനസേവനം അത്ര കണ്ട് വിലമതിക്കുന്നതാണ്. ജനങ്ങൾക്ക് വളരെ താല്പര്യത്തോടെയാണ് നിങ്ങൾ ഓരോ ഇലക്ട്രിസിറ്റി ബോർഡിലാണേലും എക്സ് സർവീസുകാർ ജോലി ചെയ്യുന്ന മറ്റ് സ്ഥലങ്ങളിലൊക്കെ KSFയിലും അതുപോലെ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ വളരെ നല്ല രീതിയിലുള്ള സേവനം നിങ്ങൾ നൽകുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് കിട്ടിയ ട്രെയിനിങ് ആണ്. പട്ടാളത്തിൽ 17ാം വയസ്സെന്ന് പറയുമ്പോൾ നമുക്കറിയാം ടീനേജിന്റെ പ്രായമാണ്. 17ാം വയസ്സ് ഒരു വിദ്യാർത്ഥി 10ാം ക്ലാസ് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്ന ടീനേജിന്റെ ഒരു പ്രായമാണ്. ആ പ്രായത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഡിസിപ്ലിൻ, നിങ്ങൾക്ക് കിട്ടുന്ന പരിശീലനം, അത് നിങ്ങളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങളെ പ്രാപ്തരാക്കുന്നു എന്നുള്ളതാണ് വലിയൊരു കാര്യം. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് V. അനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷനായി. ചങ്ങനാശ്ശേരി നഗരസഭ വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകൾ ജോബ് മൈക്കിൾ MLA വിതരണം ചെയ്തു. പൊതുസമ്മേളനത്തിൽ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി B. സജീവ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ NP, ജോയിന്റ് സെക്രട്ടറിമാരായ മനുകുമാർ, G. അനീഷ്, ട്രഷറർ അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് അസോസിയേഷൻ അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് സീസണിൽ ഇതുവരെ ഏകദേശം 40,90,000 അയ്യപ്പ ഭക്തർ ശബരിമല ദർശനം നടത്തിയതായി ശബരിമല ADM അരുൺ S. നായർ. പ്രതിദിനം 90,000-ന് മുകളിൽ അയ്യപ്പ ഭക്തർ എത്തുന്നുണ്ട്. അതിൽ പല ദിവസങ്ങളിലെയും കണക്ക് 1,00,000-ന് മുകളിലാണെന്നും അദ്ദേഹം പറഞ്ഞു. മകരവിളക്ക് മഹോത്സവത്തിന് 6 ദിവസം മാത്രമാണ് ഇനിയുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ഭക്തജന തിരക്കുണ്ടായി. കൂടുതൽ ഭക്തർ എത്തിയാലും അവർക്ക് സുഗമമായ ദർശനം ഒരുക്കുന്നതിനുള്ള സാഹചര്യമാണ് ശബരിമലയിൽ സജ്ജമാക്കിയിട്ടുള്ളതെന്നും ADM പറഞ്ഞു. ശബരിമല തീർത്ഥാടന കാലത്തിന്റെ മകരവിളക്കുമായിട്ട് ബന്ധപ്പെട്ട ഉത്സവം ഏകദേശം അതിന്റെ സമാപനത്തോട് അടുക്കുകയാണ്. ഇനി ഏകദേശം 14-ാം തീയതിയാണ് മകരവിളക്ക് ഉത്സവം നടക്കുന്നത്. അപ്പോൾ ഇനി ഏകദേശം 6 ദിവസം മാത്രമാണ് മകരവിളക്ക് ഉത്സവത്തിനായി ബാക്കിയുള്ളത്. വിവിധ ഡിപ്പാർട്ട്മെന്റുകളും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള വകുപ്പുകളും മകരവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങളെല്ലാം അവരുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും കോർഡിനേഷൻ മീറ്റിങ്ങുകളും ബന്ധപ്പെട്ട വകുപ്പുകളുടെ എല്ലാം കൃത്യമായ ഇടവേളകളിൽ സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ഒക്കെ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ഈ വകുപ്പുകൾക്ക് നൽകുകയും അവർ നടപ്പിലാക്കുന്ന പദ്ധതികൾ, ഈ ഒരു ഉത്സവത്തിന് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതികൾ കൃത്യസമയത്ത് തന്നെ പൂർത്തീകരിക്കുന്നു എന്നുള്ളതും നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മകരവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട് വലിയ ഭക്തജന തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. ഇതുവരെ നമുക്ക് ഏകദേശം 40,90,000-ന് മുകളിൽ ഭക്തർ ശബരിമലയിൽ ഈ സീസണിൽ സന്ദർശനം നടത്തി കഴിഞ്ഞു. പോലീസ് ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകളും ആത്മാർത്ഥമായ സേവനമാണ് ശബരിമലയിൽ അനുഷ്ഠിക്കുന്നത്. മകരവിളക്ക് മഹോത്സവ ദിവസവും അതിനു മുൻപുള്ള 2 ദിവസങ്ങളിലും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വെർച്വൽ ക്യൂവിന്റെയും സ്പോട്ട് ബുക്കിംഗിന്റെയും എണ്ണത്തിൽ നിയന്ത്രണം വരുത്തും. ഭക്തജന തിരക്ക് നിയന്ത്രിച്ച് സുരക്ഷിതമായ ദർശനം സാധ്യമാക്കുകയാണ് ലക്ഷ്യം. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമായിരിക്കും മകരവിളക്ക് സമയത്തെ സന്ദർശനത്തിനുള്ള ക്രമീകരണങ്ങളെന്നും ADM അറിയിച്ചു. ചമ്പക്കുളം സെന്റ് മേരീസ് ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് ബുധനാഴ്ച തുടക്കമായി. കവിയും ഗാനരചയിതാവുമായ വയലാർ ശരത്ചന്ദ്രവർമ്മ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തിരി തെളിയിച്ചു.
രാവിലെ 10:15 സെന്റ് മേരീസ് തിയോളജിക്കൽ സെന്ററിൽ ആരംഭിച്ച വാർഷിക സമ്മേളനത്തിൽ സ്കൂൾ മാനേജരും ചമ്പക്കുളം സെന്റ് മേരീസ് ബസിലിക്ക റെക്ടറുമായ റവറന്റ് ഡോക്ടർ ജെയിംസ് പാലക്കൽ അധ്യക്ഷത വഹിച്ചു. കവിയും ചലച്ചിത്ര ഗാന രചയിതാവുമായ വയലാർ ശരശ്ചന്ദ്രവർമ്മ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അങ്ങനെയാണ് അതിൽ നിന്ന് തെറ്റുകൾ അതിൽ നിന്നാണ് പങ്കെടുക്കുന്നത് എല്ലാം പഠിക്കുന്നത്. അപ്പോൾ ശരിക്കും വളരെ സത്യമാണ്. അക്ഷരത്തിൽ നിന്ന് അക്ഷരശുദ്ധിയിലേക്കുള്ള യാത്രയാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഒരു സ്കൂളാണ്. ഞാൻ പഠിച്ചത് സ്കൂളിൽ കഴിഞ്ഞ 10ാം ക്ലാസ് ക്ലാസ്സായിട്ട് നല്ലതുമില്ല 25. പക്ഷേ ഇവിടെ ഈ സ്കൂളിൽ ഞാനൊരു വാക്ക് പഠിച്ചു. ആ വാക്ക് അസംഭവിക്കില്ലേ പ്രോട്ടോസിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അത് ഒരു മുഖ്യ വികാരിയാണ് എന്നതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കി. പുതിയൊരു വാക്ക് ഒരു വിദ്യാലയത്തിൽ വന്ന് പഠിക്കാൻ പറ്റി എന്ന് പറയുമ്പോൾ എനിക്കും ഇതൊരു വിദ്യാലയം, ഇത് അധ്യാപകരുടെ അധ്യാപകർ എന്നുള്ള സത്യം ഞാൻ കണ്ടു. നമ്മുടെ അക്ഷരത്തിൽ നിന്ന് അക്ഷരശുദ്ധിയിലേക്ക് വരുന്ന ഒരു കവിത പറയാറുണ്ട്. കവിതയുടെ പേര് കൈത്തിരി കരിന്തിരി. ചങ്ങനാശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ മനോജ് കറുകയിൽ മുഖ്യപ്രഭാഷണവും ഫാദർ ആന്റണി ഏത്തക്കാട് അനുഗ്രഹ പ്രഭാഷണവും നടത്തി. ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ഗുരുശ്രേഷ്ഠ അവാർഡ് ജേതാവും സംസ്കൃത അധ്യാപകനുമായ ചാക്കോച്ചൻ ജെ മെതിക്കളം, ബൈജു തോമസ്, ജയ തോമസ്, റെജീനാമ തോമസ് എന്നിവർക്കുള്ള യാത്രയയപ്പും ഇതിനോടനുബന്ധിച്ച് നടന്നു. സ്കൂൾ പ്രിൻസിപ്പൽ സിബിച്ചൻ ജോർജ്, ഹെഡ്മാസ്റ്റർ പ്രകാശ് ജെ തോമസ്, വാർഡ് മെമ്പർ സോഫിയാമ മാത്യു, PTA പ്രസിഡന്റ് ബിജു ബി മൂലങ്കുന്നം, LP സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബീന മേരി ജോസഫ്, അധ്യാപകർ, അവാർഡ് ജേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ഉച്ചയ്ക്ക് ശേഷം വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. 1905 ചമ്പക്കുളം ബസിലിക്കയുടെ തിരുമുറ്റത്ത് LP സ്കൂളായി പ്രവർത്തനമാരംഭിച്ച സെന്റ് മേരീസ് സ്കൂൾ 1950 ഹൈസ്കൂളായി ഉയർത്തപ്പെട്ടത്. 1998 ഇവിടെ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ചു. പ്രശസ്ത ചലച്ചിത്ര താരം നെടുമുടി വേണു, സാഹിത്യകാരന്മാരായ ഡോക്ടർ നെടുമുടി ഹരികുമാർ, വയലാർ അവാർഡ് ജേതാവ് VJ ജെയിംസ് തുടങ്ങിയ നിരവധി കലാസാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രതിഭകൾക്ക് ജന്മം നൽകിയ വിദ്യാലയമാണ് ചമ്പക്കുളം സെന്റ് മേരീസ് സ്കൂൾ. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിൽ ജനകീയ ക്യാമ്പയിൻ ആരംഭിച്ചു. വീടുകളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെയും മറ്റും മാലിന്യ സംസ്കരണത്തിലെ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹാരം കാണുന്നതിനായുള്ള സർവേകൾക്കും തുടക്കമായി. 2025 മാർച്ച് മാസത്തിൽ സമ്പൂർണ്ണ ശുചിത്വ കേരള പ്രഖ്യാപനം എന്ന ലക്ഷ്യത്തോടെയാണ് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ 2ാം ഘട്ടം പുരോഗമിക്കുന്നത്. കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ, സർവീസ് സംഘടനകൾ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, ക്ലബ്ബുകൾ, വ്യാപാരി വ്യവസായി സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയനുകൾ, രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങി എല്ലാവരുടെയും പങ്കാളിത്തത്തോടെയാണ് ഇതിനായി ജനകീയ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിൽ പൊതു ഇടങ്ങൾ ശുചീകരിക്കുന്നതിനും മാലിന്യ സംസ്കരണത്തിലെ പിഴവുകൾ കണ്ടെത്തി പരിഹാരം കാണുന്നതിനുമുള്ള നടപടികൾ ആരംഭിച്ചു. മങ്കൊമ്പിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ശുചീകരണ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TG ജലജകുമാരി ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് വലിയ പദ്ധതിയാണ് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് എല്ലാ പഞ്ചായത്തും ജനുവരി 1 മുതൽ 12 വരെയുള്ള ദിവസങ്ങൾ മാലിന്യമുക്തമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കേണ്ടതാണെന്ന് ഉള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ 1 മുതൽ 6 വരെയുള്ള ദിവസങ്ങൾ മാലിന്യ സർവേയുമായി ബന്ധപ്പെട്ട് വീട് വീടാന്തര ഹരിതകർമ്മ സേനക്കാർ, കുടുംബശ്രീ പ്രവർത്തകർ, അങ്ങനെ സന്നദ്ധ പ്രവർത്തകരെ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുഴുവൻ വീടുകളിലും സർവേ നടത്തുന്നതിനാവശ്യമായ നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. ഒപ്പം എല്ലാ പൊതുസ്ഥലങ്ങളിലും ഓട്ടോ സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡ്, ആശുപത്രി എന്ന എല്ലാ പൊതുസ്ഥലങ്ങളിലും മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി അവിടെ വൃത്തിയാക്കി, ആ ഭാഗത്ത് മാലിന്യ കൂമ്പാരങ്ങൾ ഉള്ള ഭാഗത്ത് വൃത്തിയാക്കി അവിടെ പരിചരിക്കുന്നതിന് ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നതിന് ആവശ്യമായ നടപടിയുമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഓട്ടോ സ്റ്റാൻഡിൽ നിൽക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഇന്നിവിടെ വാർഡ് മെമ്പറും സെക്രട്ടറിയും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ചേട്ടന്മാരും എല്ലാം നടത്തിയിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം മറിയാമ്മ ഫിലിപ്പ് അധ്യക്ഷയായി. പഞ്ചായത്ത് സെക്രട്ടറി KS അനിൽകുമാർ സ്വാഗതം പറഞ്ഞു. ഹരിതകർമ്മ സേനാംഗങ്ങൾ, വ്യാപാരികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഓട്ടോറിക്ഷ തൊഴിലാളികളെയും പ്രദേശത്തെ വ്യാപാരികളെയും ഉൾപ്പെടുത്തി ശുചീകരണ കമ്മിറ്റി രൂപീകരിച്ചു. പൊതു ഇടങ്ങളിൽ മാലിന്യം തള്ളുന്നതിനെതിരെ ഇവരുടെ നിരീക്ഷണമുണ്ടാവും.
SNDP യോഗം ചങ്ങനാശ്ശേരി യൂണിയന്റെയും ശാഖകളുടെയും പോഷക സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ നേതൃസംഗമവും യോഗ സ്ഥാപക ദിനാഘോഷവും സംഘടിപ്പിച്ചു. യൂണിയന്റെ നേതൃത്വത്തിൽ ജനുവരി 7 മുതൽ ജൂൺ 7 വരെ നടത്തുന്ന 150 ദിന കർമ്മ പദ്ധതികളുടെ പ്രഖ്യാപനവും ഇതിനോടനുബന്ധിച്ച് നടത്തി. ജനുവരി 7 ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 യോഗത്തിന്റെ 123ാമത് സ്ഥാപക ദിനത്തിൽ സ്മൃതി 2025 എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചങ്ങനാശ്ശേരി ആനന്ദാശ്രമം ഓഡിറ്റോറിയത്തിൽ നടന്ന നേതൃസംഗമവും സ്ഥാപക ദിനാഘോഷവും SNDP യോഗം കൗൺസിലർ PT മന്മഥൻ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി നടന്ന മണ്ണാണിത്. PK മാധവനും തീർത്ഥസ്വാമിയും നടന്ന മണ്ണാണ്. ഇത്രയും സവിശേഷതകളുള്ള മണ്ണ് ഒരു പക്ഷേ മറ്റു പ്രദേശങ്ങളിലൊന്നും കാണില്ല. ഇത്രയും പുണ്യമുള്ള ഈ മണ്ണിൽ വെച്ച് ചങ്ങനാശ്ശേരി SNDP യൂണിയന്റെ പ്രവർത്തനങ്ങൾ ഇനി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ ഗൗരവപൂർണമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഈ യോഗം വിളിച്ചുകൂട്ടിയിരിക്കുകയാണ്. സമ്മേളനത്തിൽ യൂണിയൻ പ്രസിഡന്റ് ഗിരീഷ് കോനാട് അധ്യക്ഷനായി. SNDP യോഗം ഡയറക്ടർ ബോർഡ് അംഗം M നടേശൻ, നിയുക്ത മെമ്പർ സജീവ് പൂവത്ത്, യൂണിയൻ സെക്രട്ടറി സുരേഷ് പരമേശ്വരൻ, വൈസ് പ്രസിഡന്റ് PM ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. യൂണിയൻ കൌൺസിലർമാർ, വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ, വൈദിക യോഗം, സൈബർ സേന അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇപ്പൊ ഇടിമണ്ണിക്കല കല്യാണം. വാർത്തകൾ തുടരുന്നു. ചങ്ങനാശ്ശേരി കുറുമ്പനാടം സെന്റ് ആന്റണീസ് LP സ്കൂളിൽ സംഘടിപ്പിച്ച ഭക്ഷ്യമേളയും കാലിസ്റ്റി 2K25 എന്ന പേരിൽ ഒരുക്കിയ ചരിത്രശേഷിപ്പുകളായ വിവിധ ഉപകരണങ്ങളുടെ പ്രദർശനവും കാഴ്ചകളുടെയും രുചികളുടെയും വിസ്മയം വിതറി. സ്കൂൾ വളപ്പിൽ നിന്നും വിളവെടുത്ത കപ്പ കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങളും മറ്റ് ഭക്ഷ്യവസ്തുക്കളും രുചിയുടെ മറ്റൊരു ലോകം തുറന്നു. കുറുമ്പനാടം സെന്റ് ആന്റണീസ് LP സ്കൂളിലെ കുട്ടികൾ ഒരുക്കിയ ഭക്ഷ്യമേളയും പ്രദർശനവും വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. 8ാമത് മേളയായിരുന്നു ഇത്തവണ. സ്കൂൾ വളപ്പിൽ നിന്നും വിളവെടുത്ത കപ്പ കൊണ്ടുള്ള വിഭവങ്ങളും മറ്റു ഭക്ഷ്യവസ്തുക്കളും രുചിയുടെ മറ്റൊരു ലോകം തുറന്നു തന്നു. കുട്ടികളിലും മാതാപിതാക്കളിലും ഒരേപോലെ ആവേശം നിറച്ച മേളയിൽ ഓരോ വിഭവങ്ങൾ വാങ്ങി രുചിച്ചു നോക്കാനുള്ള തിരക്കായിരുന്നു. കുട്ടികളുടെ ഇഷ്ടവിഭവങ്ങളായ നാടൻ കപ്പ ബിരിയാണിയും പഴംപൊരി ബീഫ് റോസ്റ്റുമായിരുന്നു മേളയിലെ താരം. മാടപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മണിയമ്മ രാജപ്പൻ ഭക്ഷ്യമേള ഉദ്ഘാടനം ചെയ്തു. വിവിധ ഉപകരണങ്ങളുടെ പ്രദർശനം ചങ്ങനാശ്ശേരി അസിസ്റ്റന്റ് വിദ്യാഭ്യാസ ഓഫീസർ KA സുനിത ഉദ്ഘാടനം ചെയ്തു. പഴമയെ ഓർമ്മിക്കാനും പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നതിനുമായി കാലിസ്റ്റി 2K25 എന്ന പേരിലായിരുന്നു പ്രദർശനം. ചിത്ര പ്രദർശനവും കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും ഒരുക്കിയിരുന്നു. സ്കൂൾ മാനേജർ റവറൻഡ് ഡോക്ടർ ചെറിയാൻ കറുകപ്പറമ്പിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് മാനേജർ ഫാദർ നിജോ വടക്കേറ്റത്ത്, ഹെഡ്മാസ്റ്റർ ബിനു ജോയ്, ജോളി ജോസഫ് എന്നിവർ സംസാരിച്ചു. പൊതുജന പങ്കാളിത്തത്തോടെയാണ് കഴിഞ്ഞ 8 വർഷവും ഭക്ഷ്യമേള നടത്തിയതെന്ന് പ്രധാനാധ്യാപകൻ ബിനു ജോയ് പറഞ്ഞു. 1/2 ഏക്കറോളം വരുന്ന സ്കൂൾ വളപ്പിലെ ജൈവ കൃഷിയിൽ നിന്നുള്ള വിഭവങ്ങൾ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണത്തിനായി ഉപയോഗിച്ചു വരുന്നതായും അദ്ദേഹം പറഞ്ഞു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് തങ്ങളുടെ പഠനത്തോടൊപ്പം തന്നെ കാർഷിക മേഖലയിലുള്ള ഒരു പഠനവും കൂടെ ഇവിടെ നടക്കുകയാണ്. കുട്ടികൾ തന്നെത്താനെ ഈ കൃഷിയിൽ ഏർപ്പെട്ടുകൊണ്ട് ഓരോ കാലത്തിനനുസരിച്ചുള്ള ഓരോ കൃഷികളും പയർ, പടവലം, വെള്ളരിക്ക, അതുപോലെ തന്നെ ശീതകാല പച്ചക്കറികളായ ക്യാബേജ്, ക്യാരറ്റ്, ബീട്രൂട്ട്, ബ്രക്കോളി, കോളിഫ്ലവർ എന്നിവയൊക്കെ കൃഷി ചെയ്യാനായിട്ട് കുട്ടികൾ ഒന്നിച്ചിറങ്ങുകയും അതിൻ്റെ വിളവെടുപ്പ് ഒന്നിച്ച് നിന്നുകൊണ്ട് ഒരു കൂട്ടായ്മയായിട്ടും ഒരു ആഘോഷമായിട്ടും നടത്തുന്ന ഒരു അനുഭവമാണ് സ്കൂളിൽ നടക്കുന്നത്. സെന്റ് ജോസഫ് കോളേജ് ഫോർ വിമൻ ആലപ്പുഴയുടെ ആഭിമുഖ്യത്തിൽ നാനോ ടെക്നോളജിയിൽ അന്താരാഷ്ട്ര സെമിനാർ സംഘടിപ്പിക്കുന്നു. വ്യാഴാഴ്ച ആലപ്പുഴ രൂപതാ ബിഷപ്പും കോളേജ് പേട്രനുമായ റവറൻഡ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യും. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി വനിതാ കോളേജുകൾക്ക് ഗവേഷണ ഉന്നമനത്തിനായി നൽകുന്ന ക്യൂറി റിസർച്ച് ഗ്രാന്റ് ഉപയോഗിച്ചാണ് അന്താരാഷ്ട്ര നാനോ ടെക്നോളജി സെമിനാർ സംഘടിപ്പിക്കുന്നത്. കോൺഫറൻസിൽ നാനോ ടെക്നോളജി രംഗത്ത് ദേശീയ അന്തർദേശീയ തലത്തിൽ പ്രശസ്തരായ ശാസ്ത്രജ്ഞരും അധ്യാപകരും പങ്കെടുക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. ഈ കോൺഫറൻസ് മുൻതൂക്കം നൽകുന്നത് ഗവേഷണ മേഖലയിൽ നിലവിലുള്ള വളർച്ചകളെ പറ്റി വിചിന്തനം ചെയ്യുന്നതിനും ഒപ്പം ഏതൊക്കെ മേഖലകളിൽ നാനോ ടെക്നോളജിയുടെ സ്വാധീനം കൊണ്ട് വളർച്ചയും കണ്ടുപിടുത്തങ്ങളും നടന്നു എന്ന് മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് തന്നെ ഞാനിവിടെ പറയുകയാണ്. കാരണം ജർമ്മനിയിൽ നിന്നും സൗത്ത് കൊറിയയിൽ നിന്നും അതുപോലെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുമായിട്ടുള്ള
പല സയന്റിസ്റ്റുകൾ ഈ പ്രോഗ്രാമിന് അടുത്ത 3 ദിവസങ്ങളിലായിട്ട് 9, 10, 11 ദിവസങ്ങളിലായിട്ട് സെയിന്റ് ജോസഫ്സ് കലാലയത്തിൽ വരികയും നാളിതുവരെ അവരിലൂടെ ലോകത്തിന് ലഭിച്ചിട്ടുള്ള അഡ്വാൻസസ് ആയിട്ടുള്ള കാര്യങ്ങൾ, നാനോ ടെക്നോളജിയിലുള്ള കണ്ടുപിടുത്തങ്ങൾ വന്നു ചേരുന്ന എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുകയും ഒരു ഡിസ്കഷനിലൂടെയും ചർച്ചകളിലൂടെയും അത് ബാക്കിയുള്ളവരുമായിട്ട് പങ്കുവെക്കുന്ന ഒരു ഉത്സവ ദിവസമാണ് സെയിന്റ് ജോസഫ്സ് കോളേജിൽ ഈ 3 ദിനങ്ങളായിട്ട് കരുതുന്നത്. ക്യൂറി ഗവേഷണ പദ്ധതിയുടെ ഭാഗമായി ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെല്ലും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്സും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം സയൻസും സയൻസ് ഡിപ്പാർട്ട്മെന്റുകളും സംയുക്തമായാണ് ജനുവരി 9 മുതൽ 11 വരെ ഇന്റർനാഷണൽ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. നാനോ ടെക്നോളജി രംഗത്തെ പ്രഗത്ഭരായ വ്യക്തികൾ കൈകാര്യം ചെയ്യുന്ന വിവിധ സെക്ഷനുകൾ, പേപ്പർ പ്രസന്റേഷനുകൾ എന്നിവയോടൊപ്പം ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ക്യൂരി പ്രൊജക്ട് ഉപകരണങ്ങൾ ഇതോടൊപ്പം പരിചയപ്പെടുത്തൽ എന്നിവ ഈ കോൺഫറൻസിന്റെ സവിശേഷതകളാണെന്നും കോളേജ് അധികൃതർ പറഞ്ഞു. വെളിയനാട് പഞ്ചായത്തിലെ ആദ്യ ലഹരിമുക്ത സ്കൂൾ എന്ന ബഹുമതി NSS ഹൈസ്കൂളിന് സ്വന്തം. കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ 2ാം വാർഡ് മെമ്പർ സനൽകുമാർ സ്കൂളിനെ പുകയില വിരുദ്ധ സ്കൂളായി പ്രഖ്യാപിച്ചു. വെളിയനാട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പൂർവ്വ വിദ്യാർത്ഥിയുമായ വിനീഷ് യോഗം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ PTA പ്രസിഡന്റ് ജെറിമോൻ അധ്യക്ഷനായിരുന്നു. സ്കൂൾ ആക്ടിംഗ് ഹെഡ്മിസ്ട്രസ് ശ്രീനിമോൾ CP സ്വാഗതം പറഞ്ഞു. വെളിയനാട് CHSC ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശശീന്ദ്രൻ കുട്ടികൾക്ക് പുകയില വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഹൈസ്കൂൾ വിഭാഗം അധ്യാപകൻ P ശ്രീകുമാർ, ആശാ വർക്കർ ജലജ, സ്കൂൾ ലീഡർ മാസ്റ്റർ ആകാശ് മനോജ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കേരള കലാസാഹിത്യ പ്രവർത്തക ക്ഷേമ നിധിയുടെ സംസ്ഥാന പ്രതിനിധി സമ്മേളനം ജനുവരി 9 നടക്കും. വർക്കല ക്ലബ്ബ് കോൺഫറൻസ് ഹാളിൽ ഉച്ചയ്ക്ക് 1 നടക്കുന്ന സമ്മേളനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അത് തിരുവനന്തപുരം വർക്കല സംസ്ഥാന കമ്മിറ്റി ഓഫീസായിട്ട് സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ രജിസ്ട്രേഷൻ ചെയ്ത ഈ സംഘടനയുടെ 4ാം വാർഷിക സമ്മേളനം വർക്കലയിൽ വെച്ചാണ് നടത്തുന്നത്. നാളെയാണ്. വിവിധ പരിപാടികളോടാണ് നടക്കുന്നത്. 240ഓളം പ്രതിനിധികളുടെ പങ്കെടുക്കുന്ന ഒരു പ്രതിനിധി സമ്മേളനമാണ്. അതിൻ്റെ ഉദ്ഘാടനം കടന്നപ്പള്ളി രാമചന്ദ്രൻ അവர்களാണ്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് 1 മണി മുതൽ യോഗം തുടങ്ങും. ഒരു ഗാനമേളയും അതുപോലെ തന്നെ 1:30 മുതൽ 40ഓളം കവികൾ പങ്കെടുക്കുന്ന കവി സമ്മേളനം, പിന്നെ വൈകുന്നേരം 4:30 മുതൽ പ്രതിനിധി സമ്മേളനം. അതിൻ്റെ സ്വാഗതം പറയുന്നതിൻ്റെ ഭാരവാഹിയായ പ്രസന്നൻ വടശ്ശേരിക്കോണം. പിന്നെ ഏറ്റവും മുതിർന്ന കലാകാരന്മാരെ ആദരിക്കലും യോഗ ഉദ്ഘാടനവും മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ. അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ വിവിധ കലാകാരന്മാരെ, മുതിർന്ന കലാകാരന്മാരെ ആദരിക്കുന്നതും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറാണ്. സമ്മേളനത്തിന്റെ ഭാഗമായി അവകാശ പത്രിക സമർപ്പണം, കവിയരങ്ങ്, പുസ്തക പ്രകാശനം, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രതിഭകളെ ആദരിക്കൽ, ഹരിത കർമ്മസേന അംഗങ്ങളെ ആദരിക്കൽ തുടങ്ങിയ പരിപാടികളും നടക്കും. ചിന്ത്രനെല്ലൂർ തുളസി രചിച്ച ഇന്നലകൾ എന്ന നോവൽ അഡ്വക്കേറ്റ് V ജോയ് MLA RS രാജന് നൽകി പ്രകാശനം ചെയ്യുമെന്നും സംഘാടകർ അറിയിച്ചു. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. സങ്കല്പ് പദ്ധതിയുടെ ഭാഗമായി SSLC പാസ്സായ സ്ത്രീകൾക്ക് 3 മാസം ദൈർഘ്യമുള്ള സൗജന്യ തൊഴിൽ പരിശീലനവും ജോലിയും നൽകുന്നു. സംസ്ഥാന സർക്കാരും കെയ്സും ടെലികോം സെക്ടർ സ്കിൽ കൗൺസിലും ജില്ലാ സ്കിൽ കമ്മിറ്റിയും സംയുക്തമായാണ് ഇൻസ്റ്റോർ പ്രൊമോട്ടർ പരിശീലനം സംഘടിപ്പിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്കാണ് അവസരം. 18നും 45നും ഇടയ്ക്ക് പ്രായമുള്ള ആലപ്പുഴ ജില്ലക്കാർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ ആധാർ കാർഡ്, SSLC സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ് തുടങ്ങിയ അസൽ രേഖകളുമായി ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിലെ ചിത്തിര ബിൽഡിംഗിലുള്ള രജിസ്ട്രേഷൻ ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ്. അവസാന തീയതി ജനുവരി 9. കൂടുതൽ വിവരങ്ങൾക്ക് 7510100900 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നീലമ്പേരൂർ ഗ്രാമപഞ്ചായത്തിന്റെ ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്ററിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിന് കരാറടിസ്ഥാനത്തിൽ പാചക തൊഴിലാളിയെ നിയമിക്കുന്നതിന് ഗ്രാമപഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരായ പാചകത്തിൽ മുൻപരിചയമുള്ള വ്യക്തികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ജനുവരി 22 പകൽ 3 മണി വരെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷ സ്വീകരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 047727106010 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആലപ്പുഴ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ പരമാവധി 89 ദിവസത്തേക്ക് നിയമനം നടത്തുന്നതിന് ജനുവരി 8 ഉച്ചയ്ക്ക് 2:30 ഇന്റർവ്യൂ നടത്തും. താല്പര്യമുള്ള വിമുക്ത ഭടന്മാർ ബന്ധപ്പെട്ട രേഖകളുമായി നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0477224567 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.
ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7200 രൂപ, പവന് 57,600 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.